സ്വാഗതം. പ്രഭാത ടാരോ കാർഡ് ഹാർദമായി സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത് നമ്മൾ ചോദിക്കുന്നു. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് കറൻറ്റ് എനർജി എന്ന് പറയുന്നൊരു കാർഡാണ്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ഗൈഡൻസ് ആണ് ഇന്ന് വരുന്നത് എന്നുള്ളത്. മൂന്നാമത്തെ കാർഡ് എന്ത് കാര്യത്തിലാണ് നമ്മളിന്ന് കെയർഫുൾ ആയിരിക്കേണ്ടത്, എന്താണ് ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഊർജ്ജം അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. എന്ത് ഊർജ്ജമാണ് നമ്മളിലേക്ക് വരുന്നത് വെച്ചപ്പോൾ നമുക്ക് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു കാർഡാണ്. പൊതുവേ കാർഡ് വരുമ്പോൾ നമ്മൾ പറയാറുള്ളത് നമ്മൾ വിജയിക്കില്ല, നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇതായെങ്കിൽ അവിടെ നമ്മൾ ഉയർത്തെഴുന്നേൽക്കെന്ന് പറയുന്ന എനർജിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, യേശുദേവൻ എങ്ങനെയാണോ തേർഡ് ഡേ ഉയർത്തെഴുന്നേറ്റത് അതിന് സമാനമായിട്ടൊരു കാർഡാണ്. തീർച്ചയായിട്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഊർജ്ജമാണ് താങ്കളിലേക്ക് വരുന്നത്. എന്താണ് ഇന്ന് താങ്കൾക്കുള്ള ഗൈഡൻസ് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് പെൻറ്റക്കിൾസിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടൊരു കാർഡാണ്. അതായത് നമ്മളൊരു ഓൺട്രപ്രനർ, ബിസിനസ് മാൻ, ഒരുപാട് പണം സമ്പാദിക്കുന്ന ഒരു എനർജിയാണത്. ഇതാണ് ഗൈഡൻസ് ആയിട്ട് വരുമ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ക്യാഷ് വളരെ എന്താ പറയുക, ഒരു ബിസിനസ്സുകാരനെ പോലെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് വളരെ എന്താ പറയുക, കൃത്യതയോടുകൂടിയും അളന്നും മാത്രമേ ചിലവാക്കാൻ പാടുള്ളൂ. അനാവശ്യമായിട്ട് ചിലവാക്കാൻ പാടില്ല എന്നുള്ള ഊർജ്ജമാണ്. മാത്രമല്ല ഇന്ന് നമുക്ക് വലിയ ഗോൾസ് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു ദിവസമാണ്. കാരണം വെച്ചാൽ ഉയർത്തെഴുന്നേൽപ്പ് വരുന്നത് പണത്തിനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം താങ്കൾ ഒരു ഫ്യൂച്ചർ ഗോൾ ഒരു 4 വർഷം 5 വർഷം റേഞ്ചിൽ സെറ്റ് ചെയ്ത് പ്രവർത്തിക്കാനാണ് പറയുന്നത്. എന്ത് കാര്യത്തിലാണ് നമ്മളിന്ന് കെയർഫുൾ ആവേണ്ടത് ചോദിച്ചപ്പോൾ 10 ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. അതായത് എന്തിനും നമ്മൾ പോകുമ്പോഴും നമ്മുടെ കുടുംബത്തെ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല എന്നുള്ളതാണ്. എപ്പോഴും കുടുംബത്തിനോടുള്ള സ്നേഹം അതിനോട് ഉറച്ചു നിൽക്കണം. അങ്ങനെ എന്താ പറയുക, ചിലപ്പോൾ നമുക്ക് കുടുംബത്തിൽ നിന്ന് ഇപ്പോൾ ഒരു സപ്പോർട്ട് കിട്ടുകയോ അല്ലെങ്കിൽ അവരുടെ കുറച്ച് സ്നേഹം കുറയുകയോ വരുന്നുണ്ടെങ്കിലും നമ്മൾ അതേപോലെ പെരുമാറാൻ പാടില്ല. പലപ്പോഴും നമ്മൾ ഓർക്കണം, ചിലവരുടെ സാക്രിഫൈസുകളാണ് പല കുടുംബങ്ങളും പിടിച്ചു നിർത്തുന്നത്. ഒരുപക്ഷെ അത് നമ്മളായിരിക്കും ചെയ്യുന്നതുള്ളതാണ്. അതുകൊണ്ട് കുടുംബത്തിനോട് വളരെ ചേർന്ന് നിൽക്കുക. എന്തിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്ത് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് വെച്ചപ്പോൾ ദ ചാരിയറ്റ് എന്ന് പറയുന്നൊരു കാർഡാണ്. ചാരിയറ്റ് എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ടൊരു കാർഡാണ്. ദിശാബോധത്തിൻ്റെ കാർഡാണ്. നമുക്ക് കണ്ടറിയാൻ പറ്റും, ഒരു വ്യക്തി കടിഞ്ഞാണില്ലാതെ 2 സ്പിങ്സിനെ മുന്നോട്ട് നയിക്കുന്നൊരു കാർഡാണ്. അപ്പോൾ ഇന്നത്തെ ഒരു റീഡിങ്ങിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ട് 2 മേജർ ആർക്കാന കാർഡുകളാണ്. വളരെ പവർഫുള്ളായിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പിൻ്റെ എനർജിയും ഡയറക്ഷനോട് മുന്നോട്ട് പോകുന്ന എനർജിയും. അതോടൊപ്പം നമ്മൾ കിങ് ഓഫ് പെൻറ്റക്കിൾസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ചില തീരുമാനങ്ങൾ, വലിയ മാറ്റങ്ങൾ എല്ലാം ഇന്ന് പ്രതീക്ഷിക്കാമെന്നാണ് നമ്മൾ പറയുന്നത്. കുടുംബത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും താങ്കളിലേക്ക് നല്ലൊരു ഊർജ്ജമാണെന്ന് വരുന്നത്. 2 പ്രാവശ്യം കേൾക്കുക, താങ്കളിലേക്ക് അത് വരട്ടെ. ഐ വിഷ് യു വെരി വെരി ഗുഡ് ഡേ, എ പവർഫുൾ ഡേ. ഇതിൻ്റെ ഒരു എനർജി താങ്കൾക്ക് കുറച്ച് നാൾ ഉണ്ടാവും എന്ന് ഞാൻ പറയുന്നു. ഇത് മേജർ ആർക്കാനായതുകൊണ്ട് നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച് ഡിയർ.